ഇന്ത്യയിലെ പുരാതന നഗരം പേൾ സിറ്റി എന്നറിയപ്പെടുന്ന ഹൈദരാബാദിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ സിയാറത്ത് യാത്ര. ഹൈദരാബാദിൻ്റെ ഐക്കണുകളായ ചാർ മിനാറും മക്ക മസ്ജിദും ചൗമഹല്ല പാലസും തുടങ്ങിയിട്ടുള്ള കാഴ്ചകളിലൂടെ പഹാഡി ഷെരീഫ് അടക്കമുള്ള സിയാറത്ത് കേന്ദ്രങ്ങളിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 358ാമത്തെ എപ്പിസോഡ്. അജ്മീർ സിയാറത്ത് യാത്രയുടെ ഭാഗമായി കണ്ണൂരും ബാംഗ്ലൂരും ആന്ധ്രാപ്രദേശിലെ പെനുക്കൊണ്ടയും സിയാറത്ത് ചെയ്ത് ഇപ്പോൾ നമ്മളുള്ളത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ നാമ്പള്ളി ദർഗ ഷെരീഫിനടുത്തുള്ള യൂസുഫൈൻ ദർഗയും കമോഷ് ദർഗയും തൊട്ടു മുമ്പുള്ള എപ്പിസോഡിൽ നാം കാണിച്ചിരുന്നു. അവിടെ നിന്ന് നമ്മൾ ബസ് കയറി ഇപ്പോൾ എത്തിയിട്ടുള്ളത് പഹാഡി ഷെരീഫ് ദർഗയുടെ അടുത്താണ്. ഹൈദരാബാദിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ദർഗയാണ് പഹാഡി ഷെരീഫ്. ബസ് ഇറങ്ങിയിട്ട് ദർഗയുടെ ഭാഗത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുത്തെ ബസ്സിന് 130 രൂപയുടെ വൺ ഡേ പാസ്സാണ് എടുത്തത് എന്ന് കഴിഞ്ഞ് തൊട്ട് മുമ്പുള്ള എപ്പിസോഡിൽ നാം പറഞ്ഞിരുന്നു. 130 രൂപയ്ക്ക് ഒരു ദിവസത്തെ പാസ് എടുത്തു കഴിഞ്ഞാൽ ഹൈദരാബാദ് നഗരത്തിലെ ഏത് ബസ്സിൽ ഒരു ദിവസം മുഴുവനായിട്ടും യാത്ര ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഈ മലയുടെ മുകളിലാണ് മക്കാമുള്ളത്. അങ്ങോട്ട് ഈ കാണുന്ന വഴിയിലൂടെ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മുകളിലേക്ക് എത്താൻ. പിന്നെ ചാർമിനാറിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് ബസ്സുകൾ ഈ പഹാഡി ഷെരീഫിലേക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറി തുടങ്ങി. ധാരാളം മഹാന്മാരുടെ മസാറുകൾ ഈ പോകുന്ന വഴികളിലും മലയുടെ മുകളിലുമായിട്ടുണ്ട്. മഹാനായ ഷറഫുദ്ദീൻ ബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കാമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ ഇബാദത്ത് ചെയ്ത സ്ഥലവും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ഷറഫുദ്ദീൻ ബാബ റളിയല്ലാഹു അൻഹു ഹിജ്റ 586 ഇറാഖിലാണ് ജനിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിലാണ് അവിടെ നിന്ന് ജനിച്ചത്. ഇപ്പം നമ്മൾ അവരുടെ മക്കാമിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്, മലയുടെ ഏറ്റവും മുകളിൽ. ഇവിടെയാണ് ബഹുമാനപ്പെട്ടവർ അന്തി ഉറങ്ങുന്നത്. ഇവിടുത്തെ താഴ്ഭാഗത്ത് ഈ കാണുന്നത് മറ്റൊരു മക്കാമാണ്, മൂസ ബാബ സുഹർവർദി റളിയല്ലാഹു അൻഹു എന്നിവരുടേത്. അങ്ങനെ ഒരുപാട് മക്കാമുകൾ നമുക്ക് ഇവിടെ പരിസരത്ത് കാണാൻ കഴിയും. ഈ കാണുന്നത് 400 വർഷം പഴക്കമുള്ള ഇവിടുത്തെ പള്ളിയാണ്. അതിൻ്റെ തൊട്ടരികിലായിട്ട് നമ്മൾ ഈ കാണുന്നത് മഹാനായ ഷറഫുദ്ദീൻ ബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർഗയാണ്. ബഹുമാനപ്പെട്ടവർ പിതാവിൽ നിന്ന് തന്നെ പ്രാഥമിക പഠനം പൂർത്തിയാക്കി പിന്നീട് ബഗ്ദാദിലെത്തുകയും അവിടെ ഷിഹാബുദ്ദീൻ സുഹർവർദി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഹിജ്റ 631 ഇന്ത്യയിലെത്തി. ഇൽത്തുമിഷ് ഭരണം നടത്തുന്ന കാലഘട്ടത്തിലായിരുന്നു എത്തിയത്. അങ്ങനെ പിന്നീട് 9 വർഷത്തോളം പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചതിന് ശേഷമാണ് ഹിജ്റ 640 ഹൈദരാബാദിലെത്തുന്നത്. അങ്ങനെ മഹാനെ സിയാറത്ത് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് തന്നെയുള്ള അവർ ഇബാദത്ത് ചെയ്ത സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ കാണുന്ന 2 വലിയ പാറക്കെട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ഗുഹ പോലത്തെ സ്ഥലത്താണ് ബഹുമാനപ്പെട്ടവർ ഇബാദത്തിലായി കഴിഞ്ഞിരുന്നത്. ഇതാണ് ആ സ്ഥലം. അള്ളാഹു ആ മഹാൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അജ്മീർ ദർഗയുടെ മിനാരം പോലെ ഉള്ളൊരു മിനാരത്തിന് താഴെ ഒരു മഹാനെ സിയാറത്ത് ചെയ്തു. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മുംബൈയിൽ നിന്ന് വന്ന മഹാനായ മിസ്കീൻ ഷാ ബാബ റളിയല്ലാഹു അൻഹു ആണ്. അവർ ഷറഫുദ്ദീൻ ബാബ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്നിധി തേടിയിട്ടാണ് ഇവിടെ എത്തിയത്. അങ്ങനെ ഇവിടെ തന്നെ സ്ഥിര താമസമാക്കുകയും ഇവിടെ തന്നെ വഫാത്താവുകയും അവരെ ഇവിടെ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. അള്ളാഹു ഇവരുടെയൊക്കെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ മക്കാം സിയാറത്തിന് ശേഷം നമ്മൾ ബസ് വഴി എത്തിയത് ചൗമഹല്ല പാലസിലേക്കാണ്. അഫ്സൽ അദ്ദൗള എന്ന രാജാവിൻ്റെ അഫ്സൽ ജാഹി രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന ദർബാർ ഹാളാണ് ചൗമഹല്ല പാലസ്. അതിൻ്റെ കാഴ്ചയാണ് നമുക്കിവിടെ കാണുന്നത്. നൈസാമുമാർ ഭരിക്കുന്ന കാലത്ത് അവരുടെ ഔദ്യോഗിക വസതിയായിരുന്നു ചൗമഹല്ല പാലസ്. സമ്പന്നമായ ഒരു രാജവംശത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്ന നിരവധി കാഴ്ചകൾ അന്നുപയോഗിച്ചിരുന്ന എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അവരുടെ വാഹനങ്ങളും യുദ്ധസാമഗ്രികളും കൊട്ടാരത്തിലെ പുരാവസ്തുക്കളുമെല്ലാം ഇവിടെ കാണാൻ കഴിയും. 12 ഏക്കറിൽ വലിയ 4 പാലസുകളാണ് ഇവിടെയുള്ളത്. ദർബാർ ഹാൾ, രാജകീയ ഇരിപ്പിടം എല്ലാം പ്രൗഢമാണ്. അതിമനോഹരമായി പാലസിലേക്ക് ചാർമിനാറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് നടന്ന് തന്നെ എത്താൻ കഴിയും. അവിടെ നിന്ന് ഞങ്ങൾ നേരെ എത്തിയത് മക്ക മസ്ജിദിലേക്കാണ്.
1000-ഓളം പേർക്ക് നിസ്കരിക്കാവുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണ് മക്ക മസ്ജിദ്. 17-ാം നൂറ്റാണ്ടിൽ ഖുതുബ് ഷാഹി രാജവംശത്തിലെ 6ാമത്തെ ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ഖുതുബ് ഷായാണ് ഇതിൻ്റെ നിർമ്മാണം തുടക്കം കുറിക്കുന്നത്. 1617-ൽ അദ്ദേഹം തുടക്കം കുറിച്ച് പിന്നീട് ഔറംഗസേബാണ് 1693-ൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നത്. മക്കയിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന് ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചു എന്ന കാരണത്തിലാണ് ഇതിനെ മക്ക മസ്ജിദ് എന്ന് വിളിക്കുന്നത്. പിന്നീട് ഞങ്ങൾ നേരെ ചെന്നത് ചാർമിനാറിൻ്റെ അടുക്കലേക്കാണ്. ഹൈദരാബാദിൻ്റെ പ്രധാന ഐക്കണുകളിലൊന്നാണ് ചാർമിനാർ. തെരുവ് നിറയെ കച്ചവടക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. പവിഴ നഗരമായതുകൊണ്ടായിരിക്കാം ധാരാളം പവിഴങ്ങളുടെ കടകളും നമുക്ക് കാണാൻ കഴിയും. 4 മിനാരങ്ങളുള്ള ഒരു പള്ളിയാണിത്. 1591-ലാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ഖുതുബ് ഷാഹി രാജവംശത്തിൻ്റെ 4ാമത്തെ ഭരണാധികാരിയായിരുന്ന ഹുലിയ ഖുതുബ് ഷായാണ് ഇത് നിർമ്മിക്കുന്നത്. അന്ന് പടർന്നു പിടിച്ച പ്ലേഗ് രോഗം മാറാൻ വേണ്ടിയാണ് ഈ പള്ളി ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. ഇതിൻ്റെ 1ാമത്തെ നിലയിൽ അന്നൊരു മദ്രസ ഉണ്ടായിരുന്നു. ഇതിൻ്റെ 2ാമത്തെ നിലയിലാണ് പള്ളിയുള്ളത്. ഇങ്ങനെ നിരവധി കാഴ്ചകളെ കൊണ്ടും സിയാറത്ത് കേന്ദ്രങ്ങളെ കൊണ്ടും പ്രശസ്തമാണ് ഹൈദരാബാദ്. ഹൈദരാബാദിലെ പ്രശസ്തമായ ഇറാനി ചായയും ഉസ്മാനിയ ബിസ്ക്കറ്റും ഹൈദരാബാദി ബിരിയാണിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഹൈദരാബാദിൽ നിന്ന് മടങ്ങിയത്.